തങ്കലാൻ. സോ ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം ആലിയ ഭട്ടിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വേണമെങ്കിൽ വീക്കോ ബജറ്റ് തന്നെ ഒരു 100 കിലോ എന്റെ വീട്ടിൽ മേടിച്ച് വെക്കാം, എന്നാലെങ്കിലും ഞങ്ങളൊന്ന് വെറുതെ വിടാൻ വേണ്ടി പറ്റുമോ? സ്ട്രെസ്സും സ്ട്രെയിനും ഡിപ്രഷനും പണ്ടാരം എല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് ഒരു സിനിമയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് സിനിമ ടിക്കറ്റ് അല്ല, ടൂത്ത് പേസ്റ്റ് ആണ് മറ്റൊരു ആപ്പിളും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ കൊച്ചി ഇത് ഉപയോഗിക്കുമോ? അതും ഇല്ല. എന്തോന്നടേ ഈ സിനിമ ടിക്കറ്റും ടൂത്ത് പേസ്റ്റും തമ്മിലുള്ള ബന്ധം? അതാദ്യം പറഞ്ഞ ചിയാൻ വിക്രം എന്നാ ഒരു കിടിലം പെർഫോമൻസ് ആണെന്ന് പറയാം. നമ്മൾ മൈൻഡ് ബ്ലോയിങ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും പറഞ്ഞ ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇടയ്ക്ക് ഒരു പ്രസ് മീറ്റിന്റെ ഇടയിൽ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ടയർ 1 ആക്ടേഴ്സിന്റെ അത്ര ഫാൻസ് ഇല്ലല്ലോ നിങ്ങൾക്ക്, ഈ ടയർ 1 ആക്ടേഴ്സ് തല കുത്തനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ രീതി ചെയ്ത് വെച്ചതിന്റെ 10% പോലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ വേറൊരു ആക്ടർക്ക് ഇത്രയും ഗംഭീരമായിട്ട് ഈ തങ്കലാൻ. ഡയറക്ടഡ് ബൈ പാരഞ്ജിത്ത്, സ്റ്റാറിംഗ് ചിയാൻ വിക്രം, പാർവതി, മാളവിക മോഹൻ, പശുപതി. ഗംഭീര ഒരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഒരു സിനിമയാണ്. ഈ സിനിമ കാണാൻ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ ഡയറക്ടർ ആക്ടർ കോമ്പൗണ്ട്. പാരഞ്ജിത്തും അതുപോലെ ചിയാൻ വിക്രമും ഒരുമിച്ച് വന്നാൽ എങ്ങനെയുണ്ടാവും? അതേപോലെ തന്നെ KGF പഴയ കാലം പറയുന്ന ഒരു സിനിമയാണ്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ തിയേറ്റർ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മുടെ GV പ്രകാശ് കത്തിക്കുന്നുണ്ട്. എന്നാ ഒരു കിടിലം മ്യൂസിക് ആൾ ചെയ്തു വെച്ചിരിക്കുകയെന്ന് അറിയോ? അതായത് ഈ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു BGM ആണ് ആളിട്ടിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് നമ്മുടെ പാർവതിയും അതേപോലെ തന്നെ ചിയാൻ വിക്രവും തമ്മിലുള്ള റൊമാൻസ് ഒക്കെ കാണിച്ചിട്ടാണ്. സോ ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഗംഭീരം തന്നെ വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ടായിരുന്നു ഇവരെ കണ്ടിരിക്കാൻ തന്നെ. സോ അതിന്റെ ഇടയ്ക്ക് ഒരു പാട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റേ ജന്മി കുടിയാൻ ആ ഒരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പിന്നെ അത് കാരണം ഈ വിക്രത്തിന്റെ ആൻസിസ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡ് സ്വർണം തപ്പി നടക്കുന്ന ആൾക്കാരാണ്. സോ ബ്രിട്ടീഷുകാർക്ക് സ്വർണം വേണം, സോ വിക്രത്തിനെ കൂട്ടിയിട്ട് പോകണം, പിന്നീട് സ്വർണം കിട്ടോ ഇല്ലേ എന്നൊക്കെ പറയുന്നതാണ് സിനിമ. കുറച്ച് ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഈ സിനിമയിലുണ്ട്. ഇടയ്ക്ക് എനിക്ക് തോന്നി ഞാൻ എന്താ ഡെമൻഡിക് കോളനി പാർട്ട് 2 കാണാൻ വന്നതാണ്. ചില ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഈ സിനിമയിൽ പാർവതിയും വിക്രം, ഗ്രാൻഡ് പാ വിക്രവും അതേപോലെ മറ്റേ നമ്മുടെ മാളവിക മോഹനും തമ്മിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഗംഭീരം തന്നെയാണ്. ഇന്റർവെൽ പഞ്ചില് നമ്മുടെ GV പ്രകാശിന്റെ മ്യൂസിക് ഉണ്ട്, സൂപ്പർ തന്നെയായിരുന്നു. സോ ചിയാൻ വിക്രത്തിന്റെ പെർഫോമൻസ് നമ്മൾ ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് ആണ്. സോ ഈ പെർഫോമൻസ് എല്ലാം മാറ്റി നിർത്തിക്കാൻ ഈ സിനിമയിൽ ബേസിക്കലി ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒച്ച അഴയുന്ന സ്പീഡിലാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ഷമയില്ലാത്ത ഒരാളാണ് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അന്നത്തെ ദിവസം പോയി കിട്ടാൻ വേറെ ഒന്നും വേണ്ട. 2.5 മണിക്കൂറല്ലോ വെച്ചാൽ 2.5 മണിക്കൂർ തീരണ്ട് ഈ കാണിച്ച് സീൻസിന് ഇങ്ങനെ കാണിച്ച് എനിക്ക് തോന്നുന്നില്ല ഇത് തിയേറ്റർ റിലീസ് ചെയ്യുന്ന ഒരു പടമാണ്. വല്ല അവാർഡ് ഫംഗ്ഷൻസിലോ അല്ലെങ്കിൽ മറ്റേ ഫിലിം ഫെസ്റ്റിവലൊക്കെ കൊണ്ടേ ഇറക്കാൻ പറ്റിയൊരു പടമാണ്. കാരണം അത്രയും കിടിലം പെർഫോമൻസിലുള്ള റെക്കഗ്നീഷൻ അവിടെ കിട്ടി. ഇതിപ്പോ ബോക്സ് ഓഫീസിൽ എന്നാ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന എനിക്കറിയില്ല. സാധാരണക്കാരനായ ഒരാൾ പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ പറയുന്നത് പഴയ ഒരു ലാംഗ്വേജ് ആണ്. അതിൽ ഈ സബ് ടൈറ്റിൽസ് ഇല്ല. ഇവർ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്, കൊളോക്കിയൽ ലാംഗ്വേജ് പോലെ സംസാരിക്കുന്നത്. നമുക്ക് വല്ല മനസ്സിലാവണ്ടേ ഇത് എങ്ങിട്ടാ പോണ്, ഇവരെന്താ പറയണെന്ന് ഒരു പിടുത്തം പറയുന്ന സാധനം നമുക്ക് കിട്ടില്ല. ഔട്ടർ ലൈൻ മാത്രമേ സിനിമയുടെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ പെർഫോമൻസ് ഒക്കെ എല്ലാവരും സൂപ്പർ. പാർവതിയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മാളവിക മോഹനൊക്കെ ശരിക്കും ഒരു ട്രോൾ മെറ്റീരിയൽ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കിട്ടിലും പെർഫോമൻസ്, ഫൈറ്റ് സീൻസ് ഒക്കെ പക്കയായിരുന്നു. GV പ്രകാശിന്റെ മ്യൂസിക്, അനിരുദ്ധിന്റെ ഇറയിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ പോലും GV പ്രകാശിന്റെ മ്യൂസിക്കിന്റെ അത്ര ക്വാളിറ്റി വേറെ ആർക്കും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. കാരണം GV പ്രകാശ് ഇസ് ദ ബെസ്റ്റ്. കഴിഞ്ഞു, ഇത്രേ പറയാനുള്ള സിനിമയെ പറ്റി. ബാക്കി സിനിമ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒച്ച അഴയുന്ന സ്പീഡിലാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ലോ പേസ്ഡ് സിനിമ ഇഷ്ടമാണെന്ന് വെച്ചാൽ പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ നശിച്ച് ജീവിതം വെറുത്തു പോകുന്നു വേണമെങ്കിൽ പറയാം. 2.5 മണിക്കൂർ 10 ദിവസം പോലെയാണ് ബേസിക്കലി തോന്നിയത്. സോ പെർഫോമൻസ് ബേസ്ഡിലുള്ള സിനിമ നിങ്ങൾക്ക് കാണാൻ വെച്ചാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വാച്ച്. ഇങ്ങേരുടെ പൊളിറ്റിക്സും അൺടച്ചബിലിറ്റിയും ജാതിയും വിവേചനവും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലല്ല എന്ന് മാത്രം. സോ ഈ KGF കൊള ഗോൾഡ് ഫീൽഡ് പണ്ട് എന്താ നടന്നിട്ടുണ്ടായിരുന്നു റിസർച്ച് ചെയ്തിട്ട് പോയി സിനിമ കാണുന്നവർക്ക് ഇറ്റ്സ് ഓക്കെ. അല്ലാതെ ഒരു സാധാരണക്കാർക്ക് ഇത് എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ബേസിക്കലി ഭയങ്കര വെറുപ്പിക്കലാണ് തോന്നിയത്. പക്ഷെ പെർഫോമൻസ് ഗംഭീരം തന്നെയാണ്. സിനിമ കാണാൻ പോവാന്ന് വെച്ചാൽ നിങ്ങൾ സ്ലോ പേസ്ഡ് മൂവി ഫാൻ ആണ് വെച്ചാൽ മാത്രം നിങ്ങൾ ഈ സിനിമ കാണാൻ പോവുക. അല്ലെങ്കിൽ പോകുമ്പോൾ നിങ്ങളൊരു പെർഫോമൻസ്, ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് കാണാൻ വേണ്ടി പോവുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവില്ല. കാരണം ചിയാൻ വിക്രത്തിന്റെ പെർഫോമൻസിന് എത്ര അവാർഡ് കൊടുത്താലും പറയാം, നാഷണൽ അവാർഡ് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞു. അത്രയും ഗംഭീരമായിട്ടാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇവർ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ എലിമെന്റ് ഉള്ള ഒരു മൂവി കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ എനിക്ക് പെർഫോമൻസും അതേപോലെ തന്നെ മ്യൂസിക് ഒഴിച്ച് നിർത്തിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വർക്കാവാത്തൊരു പടമായിട്ടാണ് തോന്നിയത്. സോ നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച്.